വാർത്തകൾ വിശദമായി. ഇഡി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സംഘം കേസ് ഒത്തുതീർപ്പാക്കലിന്റെ പേരിൽ 30 കോടിയിലേറെ രൂപ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്ന് വിജിലൻസിന്റെ നിഗമനം. അറസ്റ്റിലായ പ്രതികളിൽ ചിലരുടെ ഭൂമി ഇടപാട് രേഖകളും വിജിലൻസിന് ലഭിച്ചു. എന്നാൽ ഒന്നാം പ്രതിയായ ഇഡി അസിസ്റ്റന്റ് ഡയറക്ടറെ കേസുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നതിനുള്ള തെളിവുകൾ ഇനിയും കിട്ടാത്തത് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായി തുടരുകയാണ്. ഇഡി ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നത് ചെറിയ തട്ടിപ്പൊന്നുമല്ലെന്ന സൂചനകളാണ് കസ്റ്റഡിയിലുള്ള പ്രതികളിൽ നിന്ന് വിജിലൻസിന് കിട്ടിയത്. 2016 മുതൽ സംഘം തട്ടിപ്പ് തുടങ്ങിയിട്ടുണ്ടെന്നും വിജിലൻസിന് വിവരമുണ്ട്. അറസ്റ്റിലായ മൂന്നാം പ്രതി മുകേഷ് എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കരയിൽ ഭൂമി വാങ്ങിയത് തട്ടിപ്പ് പണം കൊണ്ടാണെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. സമീപകാലത്തെ ഇഡി കൈകാര്യം ചെയ്ത പല സാമ്പത്തിക കുറ്റകൃത്യ കേസുകളിലെയും കക്ഷികളിൽ നിന്ന് വിജിലൻസ് വിവരശേഖരണം തുടരുകയാണ്. തട്ടിപ്പ് സംഘം കൈക്കൂലി ആവശ്യപ്പെട്ട വിവരം പലരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലും ആരും ഇതുവരെ രേഖാമൂലം പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. അറസ്റ്റിലായ പ്രതികളുടെ മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാകുന്നതോടെ ഒന്നാം പ്രതിയായ ഇഡി ഉദ്യോഗസ്ഥനെ കേസുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. അതേസമയം ഒന്നാം പ്രതിയായ ഇഡി ഉദ്യോഗസ്ഥൻ ശേഖർ കുമാർ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കുന്നുണ്ടെന്നും സൂചനയുണ്ട്. അന്വേഷണം ഒരു വഴിക്ക് നീങ്ങുന്നതിനിടെ ഇഡിക്കെതിരായ രാഷ്ട്രീയ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് ഇടതുപക്ഷം. ഇഡി ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധ പ്രകടനം ജലപീരങ്കി പ്രയോഗത്തിൽ കലാശിച്ചു.